പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒരു പുതിയ ദിനം അവിടുത്തെ കാരുണ്യത്തിൽ ഉണരാനും അവിടുത്തെ കടാക്ഷത്തിൽ ചരിക്കാനും ഈശോ അവസരം നൽകിയതിനും കൃപ നൽകിയതിനും നമുക്ക് നന്ദി പറയാം. ഇന്ന് ഈശോയോട് പറയണം, ഈശോയെ അങ്ങയുടെ മാർഗത്തിൽ ചരിക്കാൻ എനിക്ക് കൃപ നൽകണമേ എന്ന്. അങ്ങയുടെ മാർഗത്തിൽ ചരിക്കാൻ കൃപ നൽകണമേ എന്ന്. കർത്താവിൻ്റെ മാർഗം എന്താ? വിശുദ്ധിയാണ്. കർത്താവിൻ്റെ മാർഗം എന്താ? സ്വർഗത്തിൻ്റെ മാർഗമാണ്. കർത്താവിൻ്റെ മാർഗം എന്താ? ദൈവീകമായ ഒരു മാർഗമാണ്. അത് നമ്മളെ കൂടുതൽ ഈശോയിലേക്ക് അടുപ്പിക്കുന്ന ഒരു മാർഗമാണ്, നന്മയുടെ മാർഗമാണ് ഈശോയുടെ മാർഗം എന്ന് പറയുന്നത്. അപ്പം നന്മയുടെ മാർഗത്തിൽ ചരിക്കാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കണം. ഇന്നത്തെ ലോകമുണ്ടല്ലോ, വല്ലാതെ പ്രലോഭനങ്ങളൊക്കെ നിറഞ്ഞതാ. പിശാച് കൃത്യമായിട്ട് നമ്മുടെ ബലഹീനതകളെ അറിയാവുന്നത് കൊണ്ട് അവൻ ആ മേഖലയിൽ വന്ന് നമ്മൾ അടിച്ചു വീഴ്ത്തും. മനസ്സിലാവുന്നുണ്ടോ? മദ്യപിക്കുന്നൊരു സ്വഭാവം ഉണ്ടെങ്കിൽ അവൻ കൃത്യമായിട്ടും മദ്യപിക്കുന്ന കൂട്ടുകാരെ കൊണ്ടുവന്നു തരും. ഒരു ചേട്ടൻ എൻ്റെ അടുത്ത് വന്നിട്ട് എന്നോട് പറഞ്ഞ കാര്യം ഞാൻ ഓർക്കുകയാണ്. വെച്ചാൽ ഞാൻ മദ്യപിക്കൂലെന്ന് തീരുമാനം എടുക്കും, പക്ഷെ ടൗണിലോട്ട് ഇറങ്ങുമ്പോൾ കൃത്യമായിട്ട് ഏതെങ്കിലും ഒരു കൂട്ടുകാർ വരും, വാ മദ്യപിക്കാമെന്ന് പറയും. ഞാൻ പോയി മദ്യപിക്കും. അങ്ങനെ വീണ്ടും എൻ്റെ ശരീരവും ആത്മാവും ഒക്കെ അപകടത്തിലാവും. കേട്ടോ, നമ്മളെ പാപത്തിലേക്ക് തള്ളിവിടാൻ എപ്പോഴും സാത്താൻ കെണികൾ ഒരുക്കുന്നുണ്ടെന്നുള്ളൊരു ചിന്ത വേണം. വട്ടത്തിലിങ്ങനെ നിൽക്കുമ്പോൾ പരദൂഷണം പറയാൻ സാത്താൻ നമ്മളെ വല്ലാതെ ഇങ്ങനെ പ്രേരിപ്പിക്കും. പക്ഷെ നമ്മളതിൽ വീടരുത്. ഇന്ന് അതാച്ചൻ പറയണേ, കർത്താവിൻ്റെ മാർഗത്തിൽ ചരിക്കാൻ, തിന്മയുടെ മാർഗത്തിലല്ല. കഞ്ചാവ് വലിക്കുന്നവരും സിഗരറ്റ് വലിക്കുന്നവരും ഒക്കെ ഉണ്ടാവും നമ്മുടെ കൂട്ടത്തിലും കൂട്ടുകാരുമായിട്ട്. നുണ പറയുന്നവരും പരദൂഷകരും ഒക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. പക്ഷെ ആസന്മാർഗികരുടെ വഴികളിലേക്ക് നമ്മൾ പോകരുത്. വ്യഭിചാരികൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാകും. നാവിനെ അശുദ്ധമാക്കുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ടാകും. പക്ഷെ നമ്മളതിലേക്ക് പോകരുത്. കർത്താവിൻ്റെ മാർഗത്തിൽ ഇന്ന് ചരിക്കണം. ഒരു കോംപ്രമൈസും ചെയ്യരുത്. പാപത്തോട് നമ്മൾ കോംപ്രമൈസ് ചെയ്യരുത്. പിശാച് കർത്താവിൻ്റെ പരീക്ഷ ഓർക്കുന്നില്ലേ? 40 ദിനരാത്രങ്ങൾ വിശന്നിരിക്കുമ്പോൾ കല്ലിനെ അപ്പമാക്കാനാണ് കർത്താവിനോട് പിശാച് പറയുക. പിശാച് കൃത്യമായിട്ട് വരും, നിന്നെ പാപത്തിൽ തള്ളിയിടാൻ പരിശ്രമിപ്പിക്കും. അതുകൊണ്ട് കർത്താവിൻ്റെ മാർഗത്തിൽ ചരിക്കാൻ ഇന്ന് എനിക്കും നിനക്കും ഒക്കെ സാധിക്കട്ടെ. അതിനുള്ള കൃപ ലഭിക്കട്ടെ കേട്ടോ. ഇന്ന് മെസ്സേജ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം, ഈശോയെ അങ്ങയുടെ മാർഗത്തിൽ ചരിക്കാൻ കൃപ നൽകണമേ എന്ന്. ദിവ്യകാരുണ്യനാഥൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.